നമസ്കാരം സുഹൃത്തുക്കളെ, വിരാടം വിനോദം ദ 60+ സെൻസ്റ്ററിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇത് മറൈൻ ഡ്രൈവിലുള്ള ഷൺമുഖം റോഡാണ്, ഹോട്ടൽ സീലോഡും മറ്റും. നമ്മളിന്ന് കാണാൻ പോകുന്ന കാഴ്ചകൾ ക്രിസ്മസിൻ്റെ രാവുകൾ വർണ്ണാഭമാക്കിയിട്ടുള്ള ബ്രോഡ്വേ ആണ്. ക്രിസ്മസ് മാർക്കറ്റ് അല്ലെങ്കിൽ ക്രിസ്മസ് ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ബ്രോഡ്വേ ആണ് എറണാകുളത്തിനെ സംബന്ധിച്ചിടത്തോളം. ആ ബ്രോഡ്വേ ആണ് കാണാൻ പോകുന്നത്. നമ്മളിപ്പോൾ കണ്ടത് ബ്രോഡ്വേയുടെ എൻട്രൻസ് ആണ്. ആദ്യം കയറി ചെല്ലുമ്പോൾ നമ്മൾ ഈ കാണുന്നുണ്ടല്ലോ, ഷൺമുഖം റോഡ് പോസ്റ്റ് ഓഫീസാണ്. ഈ പോസ്റ്റ് ബോക്സൊക്കെ നമ്മളുടെ ചിന്തകളിൽ നിന്നും മറഞ്ഞു പോയിരിക്കുന്ന സാധനങ്ങളാണ്. എന്നാലും ഇപ്പോഴും അത് ഇവിടെ കാണുന്നത് ഒരു സന്തോഷമാണ്. ഇന്ന് അച്ഛനും മോളും കൂടെയാണ് ഇന്ന് ഈ മാർക്കറ്റ് കാണാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. കൊച്ചു കൊച്ചു സാധനങ്ങൾ വാങ്ങിക്കുകയും വേണം. ബ്രോഡ്വേ ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം അത്ര വിശാലമായിട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് ബ്രോഡ്വേ. അതുപോലെ ഒരു നൂറ്റാണ്ടിൻ്റെ എങ്കിലും പഴക്കമുണ്ട് ഈ ബ്രോഡ്വേക്ക്. ബ്രിട്ടീഷുകാരുടെ കാലത്തായിരിക്കണം ഒരുപക്ഷെ ഇത് തുടങ്ങിയത്. അതായത് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗത്തെങ്ങാണ്ടാണ് ബ്രോഡ്വേയുടെ വരവ്. കൊച്ചി ഒരു വാണിജ്യ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ തുടക്കകാലത്ത് ഉണ്ടായ സ്ഥലമാണ് ഈ ബ്രോഡ്വേ. ഇന്ന് ഇത് ഫെസ്റ്റിവൽ സീസണിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ സ്വീകരിക്കുന്ന ഒരു സ്ഥലവുമായി മാറിയിട്ടുണ്ട്. കാഴ്ചകൾ കാണാനും ഷോപ്പിംഗ് നടത്താനും ഒക്കെ വരുന്ന ധാരാളം ആൾക്കാരെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് ഈ ബ്രോഡ്വേയുടെ കാഴ്ചകളിലേക്ക് പോകാം. ഇതാണ് ബ്രോഡ്വേയിലെ ഏറ്റവും പ്രശസ്തമായ മേത്തർ ബസാറ്. ഭയങ്കര തിരക്കാണ്. ഒന്നാമത് വളരെ വീതി കുറഞ്ഞ വഴിയും. ആ തിരക്കിലൂടെ ഞങ്ങൾ ഒന്ന് നടന്നു നോക്കി, എന്നിട്ട് രക്ഷയില്ലാതെ ഞങ്ങൾ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. മേത്തർ ബസാറിൻ്റെ നേരെ ഓപ്പോസിറ്റ് കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഓഫീസ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്. അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. സെൽഫി പോയിൻറ്റുകളും ഫോട്ടോഷൂട്ടിങ്ങും ഒക്കെ ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട്. നക്ഷത്രങ്ങളുടെ, അതായത് പലതരം നക്ഷത്രങ്ങളുടെ ഒരു ശേഖരം തന്നെയുണ്ട് ഇവിടെ. ബ്രോഡ്വേയുടെ പടിഞ്ഞാറ് വശത്തേക്കുള്ള സൈഡിലൂടെ മാത്രമാണ് ഞങ്ങളിന്ന് നടന്നത്. ഇതെല്ലാം ഓരോരോ വഴികളും, ആ വഴികളുടെ സൈഡിലെല്ലാം ഷോപ്പുകളുമാണ്. എന്ത് രസമാണ് കാണാനല്ലേ. മോൾ ആദ്യമായിട്ടാണ് ബ്രോഡ്വേയിൽ ഈ സമയത്ത് വരുന്നത്. പകൽ ഞങ്ങൾ വന്നിട്ടുണ്ട്, ഈ സമയത്ത് ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പം പ്രത്യേകിച്ച് ക്രിസ്മസ് സീസണിൽ അതിൻ്റെ ഒരു അത്ഭുതവും കൂടെ ഉണ്ട് മോൾക്ക്. ഇതൊക്കെ ഒരേ സമയം ഷോപ്പുകളും വഴികളും കൂടെയാണ്. ഒരു യൂ ടേൺ എടുത്ത് വീണ്ടും നമ്മൾ ബ്രോഡ്വേയുടെ പ്രധാന റോഡിലെത്തി. ഈ പ്രധാന റോഡിൻ്റെ കിഴക്ക് സൈഡ്, അതായത് വലത്ത് സൈഡിലും ഇടത്ത് സൈഡിലും ഷോപ്പുകളുണ്ട്. നമ്മൾ ഇടത്ത് സൈഡിലെ ഷോപ്പുകൾ മാത്രമാണ് ഇപ്പോൾ കണ്ടത്. വലത്ത് സൈഡിലാണ് ഏറ്റവും കൂടുതൽ തുണികളും ഹാർഡ്വെയർ ഷോപ്പുകൾ, മറ്റ് ഷോപ്പുകളെല്ലാം ഏറ്റവും കൂടുതലുള്ളത്. പക്ഷേ ഇന്ന്
അങ്ങോട്ടേക്ക് കടക്കാനായിട്ട് സാധിക്കുന്നില്ലാത്ത രീതിയിലുള്ള തിരക്കാണ് ഇവിടെ. ഇന്നത്തെ പ്രധാന കാഴ്ചകൾ അല്ലെങ്കിലും ക്രിസ്മസ് സാധനങ്ങളാണല്ലോ. അങ്ങനെ ഞങ്ങൾ ആ തിരക്കുള്ള സ്ഥലത്തു നിന്ന് മാറി. ഇവിടെയെല്ലാം ഇനി പച്ചക്കറി ഷോപ്പുകളൊക്കെയാണ്. ഇനി നമ്മൾക്ക് വലത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷൺമുഖം റോഡിലേക്ക് കയറാം. അപ്പോൾ ഈ മാർക്കറ്റിൻ്റെ ഈ കാഴ്ചകൾ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ്, അല്ലെങ്കിൽ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി കൂടുതൽ കാഴ്ചകളും കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വരുന്നവർ എല്ലാവർക്കും നന്ദി.